ഹലോ. അപ്പോൾ ദേ നമ്മൾ വീണ്ടും ഇന്ന് ഇടപ്പള്ളിയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇടപ്പള്ളിയിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രൂട്ട് ബേയിലാണ്. എനിക്ക് തോന്നുന്നു ഇടപ്പള്ളിയിലെ ഫ്രൂട്ട് ബേയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് വലിയൊരു ഡൈനിങ് സ്പേസ് ഒന്നും അല്ല, എന്നാലും നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ചെറിയൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അവർ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും അതുപോലെ അവിടെ എന്താണ് ഹാങ് ചെയ്തിരിക്കുന്ന ഓരോ പിക്ചേഴ്സും അതുപോലെ ഓരോ ഫ്രെയിംസും ഓരോ ഫോട്ടോസും എല്ലാം നല്ല 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 രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. എനിക്കൊന്ന് ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്താലാണ് നമുക്കൊരു സീറ്റ് കിട്ടുക കേട്ടോ. ഇപ്പോൾ എനിക്കൊന്ന് ഇത്രയും ഔട്ട്ലെറ്റൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടായിരിക്കില്ല. ഇപ്പം ഞങ്ങൾ ആ ഒരു 12 o'clock ആ ഒരു ടൈമിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഓപ്പണായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പം അതായിരിക്കും എനിക്കൊന്ന് അത്രയും തിരക്കില്ലാതിരുന്നത്. ആദ്യമൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടൊക്കെയാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഞാൻ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഷോർട്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ നന്നായിട്ട് ഹിറ്റായ സാധനങ്ങളാണ് ഈ ഷോർട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനൊരു 4 ഫ്രൂട്ട്സിൻ്റെ ഷോർട്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഓറഞ്ച്, ഗ്രേപ്പ്, പൈനാപ്പിൾ അതുപോലെ തന്നെ വാട്ടർമെലൺ ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓറഞ്ചാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓറഞ്ച് അത്യാവശ്യം പുളിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്യാവശ്യം ഒരു സ്വീറ്റ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രേപ്പിൻ്റെ ഷോർട്സ് ആയിരുന്നു അപ്പോൾ കേട്ടോ. അപ്പോൾ ഗ്രേപ്പ് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. ആ കറക്റ്റ് പൾപ്പല്ലേ വരുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ വേറെ ഷുഗറോ അതുപോലെ തന്നെ വാട്ടറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഒരു കറക്റ്റ് പൾപ്പാണ് വരുന്നത്. അപ്പോൾ ഗ്രേപ്പിന് നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയത് നമ്മുടെ പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഷോർട്സ് സൂപ്പറായിരുന്നു. പൈനാപ്പിൾ നല്ല സ്വീറ്റ്നെസ് ആയിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പൈനാപ്പിൾ. എനിക്ക് പൈനാപ്പിളാണ് ഏറ്റവും 4 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പൈനാപ്പിളിൻ്റെ ഷോർട്സാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ വാട്ടർമെലൺ ആയിരുന്നു കേട്ടോ. വാട്ടർമെലണിൻ്റെ ഒരു വലിയ ഫാനല്ല ഞാൻ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പൈനാപ്പിൾ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ആപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യാത്തതുകൊണ്ട് കറക്റ്റ് പൾപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൾ ജ്യൂസ് അടിക്കുമ്പോഴത്തേന് ആ ഒരു കളറായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതായിരുന്നു ആപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേന് അതിൽ ഞാൻ ഷുഗറോ അതുപോലെ തന്നെ ഐസോ ഒന്നും ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അതേ ആ സംഭവം തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ആപ്പിൾ ജ്യൂസ് കുടിച്ചു. അപ്പോൾ അത് കുടിച്ചിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ ഒരു ഷേക്കും കൂടെ ആയാലോ എന്ന് കരുതി നമ്മളൊരു ചിക്കു ഷേക്ക് പറഞ്ഞു കേട്ടോ. ചിക്കു ഷേക്ക് പൊള്ളിയായിരുന്നു, നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പം ഇതിൽ നമ്മൾ പിന്നെ വിത്തൗട്ടൊന്നും ആയിരുന്നില്ല പറഞ്ഞത്, ഷുഗർ ആഡ് ചെയ്യാൻ അതുപോലെ തന്നെ തണുപ്പൊക്കെ വേണമല്ലോ. ഷേക്ക് കുടിക്കുമ്പോഴത്തേക്കിനും കുറച്ച് ചില്ലൊക്കെ അല്ലാതെ കുടിച്ച രസമില്ലല്ലോ. അപ്പം അങ്ങനെ സൂപ്പർ ഷേക്കായിരുന്നു. എനിക്ക് ചിക്കു ഷേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഷേക്കൊക്കെ കുടിച്ച് അവിടെ നേരെ ഇറങ്ങി കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.